ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ചെണ്ടുമല്ലിത്തോട്ടമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒരു ഓണമൊക്കെ ആയിട്ട് കൃഷി ചെയ്തതായിരുന്നു. അതിപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞപ്പോൾ എന്നാലും ചെടിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കൾ തന്നെയുണ്ട്. നമുക്കിന്ന് ഇവിടെ അതിഥികളായിട്ട് എത്തിയിരിക്കുന്നത് കുറച്ചധികം സുന്ദരിമാരായ ചെണ്ടുമല്ലി ചെടികളാണ്. ആഘോഷങ്ങൾക്ക് മാത്രമല്ല, ഭക്ഷണത്തിൽ ചേർക്കുന്ന സ്വാഭാവിക കളർ ഉണ്ടാക്കുന്നതിനും ചെണ്ടുമല്ലി ഉപയോഗിക്കുന്നു. ചെണ്ടുമല്ലി കൂടുതൽ കൃഷി ചെയ്യുന്നത് തമിഴ്നാട് പോലെയുള്ള ഇതര സംസ്ഥാനങ്ങളിലാണ്. എന്നാൽ ചെണ്ടുമല്ലി കേരളത്തിൽ സുലഭമായി വിളയിച്ചെടുക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. കേരളത്തിൽ പ്രധാനമായും 2 സീസണുകളിലാണ് മാരിഗോൾഡ് കൃഷി നടക്കുന്നത്: ഓണക്കാലത്തും മണ്ഡലകാലത്തും. ഓണം സീസൺ ലക്ഷ്യമാക്കിയാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത് എങ്കിൽ തിരുവോണത്തിന് 80 ദിവസം മുൻപ് തന്നെ തൈ പറിച്ച് നടണം. എങ്കിൽ മാത്രമേ കൃത്യസമയത്ത് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മണ്ഡലകാലത്ത് വിളവെടുക്കാനാണെങ്കിൽ നമുക്ക് സെപ്റ്റംബർ അവസാനത്ത് വിത്തിടണം. എന്നാൽ ഒക്ടോബർ അവസാനം പറിച്ച് നടാനും കൃത്യസമയത്ത് വിളവെടുക്കാനൊക്കെ കഴിയും. കുറച്ച് നാളുകളായി നമ്മുടെ നാടുകളിലും പല സുഹൃത്തുക്കളും ഇതുപോലെ ഓണസമയത്തേക്ക് വിളവെടുക്കാനായി പൂക്കൃഷികൾ ചെയ്തു വരാറുണ്ട്. വിത്ത് എത്ര അളവിലാണോ അത്ര അളവിലാണ് സ്യൂഡോമോണസും ചേർക്കേണ്ടത്. വിത്തിന് മുകളിൽ നിൽക്കുന്ന അളവിൽ വെള്ളം കൂടി ചേർത്ത് 20 മിനിറ്റ് വയ്ക്കുക. അതിനുശേഷം നടുന്ന വിത്തുകൾക്ക് രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലായിരിക്കും. 4 ആഴ്ചയാകുമ്പോൾ ട്രേയിൽ നിന്ന് തൈ പറിച്ചു നടാം. മഴക്കാലത്ത് വാരങ്ങൾ കോരിയും വേനൽക്കാലത്ത് ചാലുകളായിട്ട് നിലമൊരുക്കിയുമാണ് കൃഷി ചെയ്യുന്നത്. തൈകൾ പറിച്ചു നടുമ്പോൾ വാരങ്ങൾ തമ്മിൽ 60 സെൻറ്റിമീറ്ററും ഒരു വാരത്തിൽ ചെടികൾ തമ്മിൽ 40 സെൻറ്റിമീറ്റർ അകലവും ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമുക്ക് ചെടികൾ വളർന്നു വരുമ്പോൾ നിശ്ചിത അകലത്തിൽ വരികയും കൂടാതെ വളം കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് തടമെടുക്കാനൊക്കെ ആവശ്യം വരും. അതുകൊണ്ട് തന്നെ ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ചെറുതായിരിക്കുമ്പോൾ തൈകൾ പറിച്ചു നടാനായിട്ട്. ചെടി പറിച്ചു നട്ട് 2 ആഴ്ച ആയിട്ടുണ്ടെങ്കിൽ 18 പ്ലാന്റ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ചെടിയുടെ അടിയിൽ ഇട്ട് കൊടുത്ത് നമ്മൾ മണ്ണ് കയറ്റിയിടുക. അപ്പോൾ ചെടിയുടെ കള വരുന്നത് കുറയുകയും ചെയ്യും, ചെടി നന്നായിട്ട് വളരുകയും ചെയ്യും. പിന്നെ ഒരു 3 ആഴ്ച കഴിയുമ്പോൾ ചെടിയിൽ ഒരു 5 ഇലയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തലപ്പ് നുള്ളിക്കളയുക. ഇതുപോലെ ചെടിക്ക് ഒരുപാട് കമ്പുകൾ വന്ന് നിറയെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ തലപ്പ് നുള്ളിക്കളയുന്നത്. തൈകൾ പറിച്ചു നടുന്നതിന് മുമ്പ് സ്യൂഡോമോണസിൽ മുക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ബാക്ടീരിയ മൂലമുള്ള വാട്ടം തടയുകയും ചെയ്യും. കൂടാതെ 2 ആഴ്ച ഇടവിട്ട് സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചുവട്ടിലും തണ്ടുകളിലും ഒക്കെ തെളിക്കണം. എല്ലാ ആഴ്ചയും KAU സമ്പൂർണ്ണ മൾട്ടി മിക്സ്ചർ 5 ഗ്രാം വീതം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിക്കുന്നത് കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നതിനും ഇലകൾക്ക് സുരക്ഷയും നൽകുന്നു. തൈകൾ നട്ട് 45 ദിവസത്തിനുള്ളിൽ ചെടിയിൽ പുതിയ മൊട്ടുകൾ ഉണ്ടാകും. മൊട്ട് വിരിഞ്ഞ ശേഷം 1.5 മാസത്തോളം വിളവെടുക്കാനായിട്ട് നമുക്ക് കഴിയും. ഒരു ചെടിയിൽ നിന്ന് 6 മുതൽ 7 തവണ വരെ നമുക്ക് വിളവെടുക്കാം. ഒരു ചെടിയിൽ 750 ഗ്രാം മുതൽ 1 കിലോ വരെ പൂക്കളാണ് നമുക്ക് ലഭിക്കുക. നാടൻ ഇനങ്ങളാണെങ്കിൽ ഒരു ചെടിയിൽ നിന്ന് 500 ഗ്രാമാണ് ലഭിക്കുക. 10 സെൻറ്റിൽ അടിവളമായിട്ട് 20 കിലോ കുമ്മായവും 750 കിലോ ജൈവവളവും 15 കിലോ യൂറിയയും ഒക്കെ നൽകണം. കൂടാതെ ചെണ്ടുമല്ലി കൃഷിക്ക് കൃത്യമായ നന ആവശ്യമാണ്. എന്നാൽ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല. ചിലർ തെങ്ങിൻ തോട്ടങ്ങളിലും വാഴത്തോട്ടങ്ങളിലും പച്ചക്കറികൾക്ക് ഇടയിലൊക്കെ ഇടവിളയായിട്ട് ചെണ്ടുമല്ലി കൃഷി ചെയ്യാറുണ്ട്. പിന്നെ വേറെ ചിലർ ചെണ്ടുമല്ലി കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കപ്പയൊക്കെ കൃഷി ചെയ്തെടുക്കാറുണ്ട്. വാണിജ്യാടിസ്ഥാനത്തിൽ പാടശേഖരങ്ങളിൽ മാരിഗോൾഡ് കൃഷി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇത്തരം കർഷകർക്ക് കൃഷിവകുപ്പ് അവർക്ക് ആവശ്യമായ എല്ലാ പ്രോത്സാഹനങ്ങളും നൽകാറുമുണ്ട്. ചെടി നട്ടു കഴിഞ്ഞ് കൃത്യമായ ഇടവേളകളിൽ നമ്മൾ ഇതിനകത്തെ കളകൾ നീക്കം ചെയ്യണം. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ മഴയുള്ളപ്പോൾ വിളവെടുക്കാനായിട്ട് പാടില്ല. വിളവെടുപ്പ് കഴിഞ്ഞ് ഓരോ ആഴ്ചയിലും 5 ഗ്രാം 19 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ചെടികളിലേക്ക് തളിച്ചു കൊടുക്കണം. ഇവിടെ നമ്മുടെ നാട്ടിലിപ്പോൾ അത്യാവശ്യം നല്ല മഴ ആയതുകൊണ്ട് തന്നെ കുറേ ചെടികൾ ഇവിടെ കടപുഴകി വീണ് കിടക്കുന്നുണ്ട്. നല്ല വെയിലുള്ള സ്ഥലം തന്നെ ചെണ്ടുമല്ലി കൃഷിക്കായി നമ്മൾ തിരഞ്ഞെടുക്കണം. വെയിൽ കുറഞ്ഞ സ്ഥലങ്ങളാണെങ്കിൽ ചെണ്ടുമല്ലി ചെടി പൂവിടാതെ ഉയരത്തിൽ പോയി താഴെ വീണ് പോവുകയാണ് ചെയ്യുക. വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം യാതൊരു കാരണവശാലും കൃഷിക്കായി തിരഞ്ഞെടുക്കരുത്.
വളർച്ചയും പൂക്കളുടെ എണ്ണവും കുറവാണെന്ന് തോന്നിയാൽ 19-19-19 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി നന്നായി തളിച്ചു കൊടുക്കാം. അർക്ക ബംഗാര എന്നത് മഞ്ഞ നിറത്തിൽ കാണുന്ന ചെണ്ടുമല്ലിപ്പൂക്കളുടെ ഇനങ്ങളാണ്. സ്വർണം എന്നാണ് ബംഗാരയുടെ അർത്ഥം വരുന്നത്. അർക്ക അഗ്നിയന്ത് ഓറഞ്ച് നിറത്തിൽപ്പെട്ട പൂക്കളുടെ ഇനമാണ്. കൃഷിക്ക് ആവശ്യമായ ഇനങ്ങൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ചിൽ നിന്നും ലഭ്യമാണ്. കൂടാതെ ചെണ്ടുമല്ലി കീടനിയന്ത്രണത്തിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പച്ചക്കറി കൃഷിക്കിടയിൽ ചെണ്ടുമല്ലി നടുകയാണെങ്കിൽ ശലഭങ്ങൾ ഒരുപാട് വരികയും പരാഗണം നടക്കുകയും ഇരട്ടി വിളവ് തന്നെ നമുക്ക് പച്ചക്കറിക്കും പൂവിനും ലഭിക്കും. ഫംഗൽ ഇൻഫെക്ഷൻ ഏതെങ്കിലും ഒരു ചെടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും ആ ചെടി തോട്ടത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ ബാക്കി എല്ലാ ചെടികളിലേക്കും ആ ഫംഗൽ ഇൻഫെക്ഷൻ പടർന്നു പിടിക്കുകയും എല്ലാ ചെടികളും നശിച്ചു പോവുകയും ചെയ്യും. പൂർണ്ണമായും വിരിഞ്ഞ പൂക്കൾ ചെടിയിൽ നിന്നും നുള്ളി മാറ്റുന്നത് പുതിയ മൊട്ടുകൾ വരാനായിട്ട് സഹായിക്കും. പൂർണ്ണമായും വിരിഞ്ഞ പൂക്കൾ നുള്ളി എടുത്തിട്ടില്ല എങ്കിൽ അത് അവിടെ നിന്ന് അഴുകി കീടങ്ങളുടെ അറ്റാക്ക് കൂടാനായിട്ട് കാരണമാകും. പാകമായ പൂക്കൾ തോട്ടത്തിൽ നിന്നും നുള്ളി മാറ്റുന്നത് കൃഷി കൂടുതൽ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും. നമ്മുടെ നാടുകളിൽ ഇന്ന് ഒരുപാട് ചെറുപ്പക്കാരാണ് ഇതേപോലെയുള്ള പൂക്കൃഷികളൊക്കെ ആയിട്ട് വിജയിച്ചു വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം നമുക്കും ചെയ്തു കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബായ്.